ഈ വീഡിയോ മുഴുവൻ കാണാം, പറ്റിയ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാതിരിക്കണ്ട, പ്രത്യേകിച്ച് തിരുവല്ലക്കാർ. ചുമ്മാ ഒന്ന് ആലോചിക്കുക, എന്തിനാ ഈ വെറുതെ സമയം കളയുന്നത്? ഇത് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യും, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആലോചിക്കാൻ പറയുന്നു, ആലോചിക്കും, അടുത്ത പ്രാവശ്യമെങ്കിലും നടക്കും. ഒരു ദിവസം ലുലുമോളി വെച്ച് ഒരു 2 അമേരിക്കൻസ് അതിനകത്ത് ഒരാൾ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ജേഴ്സി ആയിട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഫ്രീമാൻസ് പോയിൻ്റ് ചോദിച്ചു, ഈ പാകിസ്ഥാൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് ഇതുവഴി നടന്നിട്ട് ആരും നിങ്ങളെ ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ. അവനൊരു ബ്ലോഗറാണ്, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. പുള്ളി ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ കണ്ടു. അപ്പോൾ അവർ വീഡിയോ എടുത്തു. അപ്പോൾ അതിപ്പോൾ വന്നു. ഇതുവരെ അവൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ റീച്ച് അതിനാ കിട്ടിയേക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുവാന്നേ, ഇതിങ്ങനെയാണ് വീഡിയോ. അവനാ വീഡിയോ ഇട്ടപ്പോൾ the best guy I have seen or I have met, and he helped me a lot. So I have no problem with Pakistan or any Pakistani. I have a lot of friends in. I need you to prove it. Everyone hug this guy. Hug the Pakistani jersey. Okay, it's true. So it's true. I have never seen. ആണോ, ഇങ്ങനൊരു വീഡിയോ കിട്ടുക? പിന്നെ എപ്പോഴും ഇത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ അറിയുന്നത്? അറിയത്തില്ല. 1 day ago ആളിങ്ങനെ അത് ഇപ്പോഴാണ് അവന് തിരിച്ച് അമേരിക്കയിൽ എത്തിയെന്ന് തോന്നുന്നു. അവൻ ഈ കറക്കത്തിൻ്റെ ട്രിപ്പ് ഇങ്ങനെ ട്രാവൽ വ്ലോഗ് പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. താജ്മഹലിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി പുള്ളി വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഈ അറിയേണ്ടത് അവൻ്റെ സ്റ്റോറീസിൽ എൻ്റെ വീഡിയോ ദ മാൻ ഓൺ മൈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇട്ടേക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടോണം, അവനത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്താ പറയുന്നത്. എന്റെ വീട്ടിൽ കുറച്ചെടുത്ത് വെക്കും, ഇവിടെ വെച്ചിട്ട് എന്നെ നോക്കിയിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ, എത്ര ദിവസം വേണേലും അതോടെ ഇരിക്കും, അത് ചീഞ്ഞു പോകും. ചീനല്ല പോകുന്ന, അതിന്റെ എഫക്ട് പോവായിരിക്കും. ഞാൻ പിന്നെ അവനോട് പറഞ്ഞു, ഇതിനെ പറ്റിയാ പറയുന്നത്. പിന്നെ ആകെ ഇപ്പൊ കണ്ടോ നമ്മുടെ പോസ്റ്റർ, ബെറ്റർ ടുമോറോ സ്റ്റാർട്ട്സ് ടുഡേ. Aju Alex, independent candidate Tiruvalla, break the chains of corruption, transparent governance starts here, vote for balloon, let honest relationship rise എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഈ പോസ്റ്റർ, ഇതുപോലത്തെ 1000 പോസ്റ്റർ ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. പോസ്റ്ററുകളുടെ കളിയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുവാന്നേ, ഞാനീ പറഞ്ഞ കാര്യം ലോകത്ത് എവിടെ നിന്ന് പറഞ്ഞാലും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാവരും നല്ലതേ പറയത്തുള്ളൂ. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി പറയാം. അതുപോലെ ഏത് രാജ്യത്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുമല്ല, ഇവിടെ നിന്ന് ഒറ്റ ഒരുത്തിൻ്റെ പോസ്റ്റർ ഒരാളും സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്യത്തില്ല. നീ കണ്ടാൽ തന്നെ ഇപ്പോൾ അയാളെങ്കിൽ എനിക്ക് പരിചയമുണ്ട്, ഇങ്ങനെയാണ് പരിചയം, ഇത്രയും പരിചയമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ചാറ്റ് ചെയ്തു പുള്ളിയോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ ഇതിനകത്ത് കയറി ഒരു പോസ്റ്റർ ഒപ്പം എടുത്തിട്ട് പുള്ളി തന്നെ സ്റ്റോറി ഇട്ടതാണ് കാണുന്നത്. അല്ല, ഞാൻ ചെന്ന് ഷെയർ ചെയ്യാനും പറഞ്ഞില്ല. അയ്യോ എൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്യണേ, ഈ മറ്റവന്മാർ പോയി വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് വരത്തില്ലേ. അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ വേൾഡ് വൈഡ് എവിടെയൊക്കെ ചെന്ന് ഏതൊക്കെ രാജ്യക്കാർ ഈ പോസ്റ്റർ ഇടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും സ്ഥലത്ത് നമുക്ക് ഫ്രണ്ട്സുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇയാളിത് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു, അതിനകത്തൊരു വെറൈറ്റി കിട്ടി. കാരണം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ ഉള്ള ഒരാൾ വഴി വെച്ച് കണ്ടിട്ടൊരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞു. അവൻ പിന്നെ അവനോട് ഞാൻ ആ വീഡിയോ പറ്റി സംസാരിച്ചതേ ഉള്ളൂ. അയാൾ നല്ല റീച്ചൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ആ മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, മറ്റേ കഞ്ചാവെന്നും MDMA എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറയുന്ന, ഞാനിത് സോഫ്റ്റ് ഡ്രഗ്സ് ലീഗലാക്കണമെന്നൊക്കെ ഉള്ള ക്യാമ്പയിനൊക്കെ നടത്താറുണ്ട്. അല്ല, ക്യാമ്പയിൻ നല്ല പറയണ്ടേ, എന്താ പറയുക, ബോധവൽക്കരണം, അവയർനെസ്, അത് തന്നെ. അങ്ങനത്തെ അവയർനെസ് ഒക്കെ കൊടുക്കും ആളുകൾക്ക്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി അവയർനെസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതാണോ നീ സംസാരിച്ചുകൊണ്ടിരുന്നത്? പിന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നാട്ടിൽ ഇന്ത്യ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് കേരളമാണ്. അങ്ങനെ വരാൻ വഴിയുള്ളൂ. അല്ലാതെ വേറെ എവിടെയും പുള്ളിക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരോ ഈ മറ്റുള്ളിടത്തുള്ള പോലത്തെ ടൈപ്പ് പരിപാടി അല്ല ഇവിടെ. എന്ന് വെച്ചാൽ കുറച്ചുകൂടി വൃത്തിയുള്ളൊരു നാടാണല്ലോ. ഇപ്പോൾ മറ്റേ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പറമ്പിൽ റോഡിലൊക്കെ തൂറി വെച്ചിട്ടുണ്ടാകും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. എവിടെ പോയാലും റോഡിൽ തീട്ടം കാണും. കേരളത്തിലേ ഉള്ളൂ റോഡിൽ തീട്ടം ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നമുക്ക്. പിന്നെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ കൾച്ചറും ബിഹേവിയറും ഒക്കെ വ്യത്യാസമാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ കാൻഡിഡേറ്റ്സ് കാണിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇറങ്ങി നടന്ന് വീഡിയോ ഇട്ടു, അതൊന്നും PR വർക്കൊന്നുമല്ല, ന്യൂസിൽ വന്നതും PR ഒന്നുമല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇനി ആരെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നതും PR വർക്കോ അല്ലെങ്കിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ബൂസ്റ്റ് അടിച്ച് കയറ്റിക്കൊണ്ട് വരുന്ന വീഡിയോ ഒന്നും അല്ല എൻ്റേതൊന്നും. ഞാനൊക്കെ അവിടെ വളരെ നോർമലായിട്ട് നടന്ന് കാണിക്കുന്നേ കാണുന്നു. ഇതിനു വേണ്ടി ഇറങ്ങിയതുമല്ല. ആ പോയ വഴിക്ക് ഒരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. ഈ ആളുകളുടെ റെസ്പോൺസും ആളുകൾ സംസാരിക്കുന്നതൊക്കെ കാണുമല്ലോ. വളരെ കുറച്ച് പേരോടൊക്കെ ഇടപെടാൻ പറ്റിയിട്ടുള്ളൂ. അധികം പേരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല തിരുവല്ലയിൽ. ഇനി എന്നെ എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമല്ലാതെ ഞാൻ ഇറങ്ങി നടന്ന് എല്ലാവരെയും കണ്ട് എനിക്ക് വോട്ട് ചെയ്യാനൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. വോട്ട് ചോദിക്കുന്ന പരിപാടി അത്ര നല്ലതുമല്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പറയുമ്പോഴേ, അല്ല ഇങ്ങനൊരു സാധനം നടത്താൻ പറ്റും എന്നുള്ളത് നടത്തി കാണിച്ചിട്ടുണ്ട്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റും ആപ്പും അതൊക്കെ തന്നെയാണ്. ആപ്പ് തൽക്കാലം ആപ്പ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ, പ്ലേ സ്റ്റോറിൽ വരും ഉടനെ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ സംഭവം നിർത്തി വെച്ചേക്കുക. വെബ്സൈറ്റ് ആണെങ്കിലും നമ്മളെ ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് കണ്ടിട്ടുള്ളവർക്കറിയാം, നേരത്തെ ഇത് ഓൾറെഡി പ്രൂവൺ ആണ്. ഫണ്ട് റേസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് ട്രാൻസ്പെറൻ്റ് ചെയ്യാൻ പറ്റും, അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നടക്കുമെന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് നടത്തി തരാം, അതിൽ ആന പണിയൊന്നുമല്ല. ജസ്റ്റ് ഒരു കമ്പനിക്ക് ഒരു പ്രൊജക്റ്റും കൊടുത്താൽ മതി, എങ്ങനെയൊക്കെ ഏതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതൊരു കുറച്ചാൾ കൊണ്ട് തന്നെ ആവും. ഏതെങ്കിലും ഒരു 2 ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയാൽ തന്നെ അത് വെറൈറ്റി ആയില്ലേ? അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ 1,00,000 പേരും കാണും ഇവിടെ. ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് പലരും ഉണ്ടായിരിക്കുന്നതല്ലേ അല്ലേ? എല്ലാവരും ധൈര്യമായിട്ട് എവിടെ നിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ? എല്ലാവരും പോരട്ടെ, എല്ലാവർക്കും പറയാമല്ലോ, എല്ലാവർക്കും ചെയ്യാമല്ലോ. ഒന്നിച്ചിത് ഈ കറപ്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ 0 ആക്കാൻ പറ്റും. ഇക്വാളിറ്റി പോസിബിൾ ആകുന്ന ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഈ 3 സിലബസ്, അതിനകത്ത് ഒറ്റ സിലബസിലെ എല്ലാ കുട്ടികളും പഠിക്കാൻ പാടുള്ളൂ. അതാണ് ഡിസ്ക്രിമിനേഷൻ. അല്ലാതെ ഇവിടുത്തെ മറ്റേ ജാതി മതമൊന്നും അല്ല ശരിക്കുള്ള സാധനം. റിയൽ ത്രെട്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്താണ് കിടക്കുന്നത്. അങ്ങനെ ഈ 3 തരത്തിലുള്ള മനുഷ്യരുണ്ടാകുന്നത്, അല്ലാതെ ഈ ജാതിക്കകത്തൊന്നും അല്ല. അത് വെറുതെ പേരിന് പറയാനേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, മനസ്സിലായോ? അത് ഇനിയുണ്ട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നമുണ്ടെന്നേ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടിരിക്കും. ഞാൻ വല്ല KSRTC നഷ്ടമാകുന്നതിപ്പോൾ എങ്ങനെ വിശ്വസിച്ചു, എന്തിനു വിശ്വസിച്ചു? എത്ര KSRTC ബസ് ഉണ്ടെന്ന് അറിയോ? എത്ര KSRTC സ്റ്റാൻഡ് ഉണ്ടെന്ന് ആർക്കും അറിയോ? അതിനകത്ത് എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? ഇല്ല. ഡെയിലി അവരുടെ റവന്യൂ എത്രയാണ്, അവരുടെ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, വല്ലതും അറിയോ? എന്നിട്ട് എന്തോ ഒരു കണക്കും കൊണ്ട് വരുമ്പോൾ ഇതങ്ങ് വിശ്വസിക്കാനായിട്ട് എന്തോ ഇത് ആരുടെയും അനാസ്ഥ കൊണ്ടോ അഴിമതി കൊണ്ടോ ആണ് നഷ്ടം ഉണ്ടായെങ്കിലോ? എന്ത് കൃത്യതയുള്ളത്? നമുക്ക് അപ് ടു ഡേറ്റ്, ഡേ ടു ഡേ അപ്ഡേറ്റ്സ് ആ പോയിന്റിൽ തന്നെ അറിയണമല്ല, ആ സെക്കൻഡിൽ അറിയണം. എത്രയും ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ എത്തുന്ന കാലമാണ്. ഞാനിത് മുന്നേ പറയാനതിന് കാരണം തന്നെ എനിക്കിത് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഫണ്ട് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ നടത്താൻ പറ്റുമെന്ന്. കാരണം ഇതിനെ ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ല. ഇപ്പോൾ AI 5G വന്ന് നിൽക്കുന്നിടത്ത് ഈസിലി പോസിബിൾ ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഞാൻ വിവരം ബോധമുള്ള മനുഷ്യരോട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും കിട്ടി, എല്ലാവരും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത്രയും നല്ല പരിപാടിയൊക്കെ എങ്ങനെ പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ. ചെയ്യുന്ന എക്സിക്യൂഷൻ ഒരു വലിയ സീനൊന്നുമല്ല. ഇതിൻ്റെ എക്സിക്യൂഷൻ എളുപ്പമാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഡയറക്റ്റാണ് ഒരു സ്ഥലത്തില്ല. ഇനി ഒറ്റ പ്രാവശ്യം വെട്ടിയാണ്ടല്ലോ, പിന്നെ തിരിച്ചു പോക്കൊന്നുമില്ല. പിന്നെ ഒരുത്തിന് മറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നവനോട് പറയും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം, അല്ല നീ ഇവിടെ വരുന്ന നിൽക്കരുത്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഇലക്ഷനും വേണ്ടി വരത്തില്ല. ആരെ എലക്ട് ചെയ്യാൻ എല്ലാവരും ഈക്വൽ ആണെങ്കിൽ എല്ലാവരും കൂടി പബ്ലിക് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് എവിടെയാണ് ഇത് ഏതാവും മുതലാളിയൊക്കെ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയത്തില്ല ഇതെന്താ മനസ്സിലാക്കുക ഇത്ര പാടുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ചൊന്ന് തുടങ്ങും, ഒരു അരമണിക്കൂർ ചിന്തിക്കാനെടുക്കുക, എന്നിട്ട് ആലോചിക്കും ഇതൊക്കെ എങ്ങനെയാണ്. പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പബ്ലിക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലം, അതിനകത്ത് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അപ്പോൾ തിരുത്തുന്ന സ്ഥലമാണ്. അല്ലാതെ അവനെ പിടിച്ച് ആരോ കള്ളത്തരം കാണിച്ചു, കള്ളനും പോലീസും കളിച്ചു, കുറേ പേരെ കൊണ്ട് ജയിലിലിട്ടു, അതല്ല, അങ്ങനെയല്ല. അത് ഏറ്റവും നല്ല സിസ്റ്റം ആയിരിക്കും. അമേരിക്ക കേരളം കണ്ട് പഠിക്കുമെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ലോകം മുഴുവൻ കേരളം കാണണം. നമുക്കതിനുള്ളൊരു അവസരം ഉണ്ട് ഇപ്പോൾ. അത്രയും മനുഷ്യരേ ഉള്ളൂ, അല്ല അത്രയും പണിയേ ഈ കാണുന്ന സിസ്റ്റത്തിനകത്തുള്ളൂ. മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ ഒരു ദിവസം സൊമാറ്റോയും യൂബറും സ്വിഗ്ഗിയും ഈ പറഞ്ഞ സാധനങ്ങൾ നടത്തുന്ന അത്രയും ബിസിനസ്സൊന്നും ഈ സിസ്റ്റത്തിൽ നടക്കുന്നില്ല. അത്രയും ആൾക്കാരുടെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നില്ല. അത്രയും പണിയില്ല ഡെയിലി. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും ആധാർ എഴുത്തും ഇതൊക്കെയല്ലേ കൂടുതലും. പിന്നെന്തോ ഈ ആധാർ കാർഡ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കണം, പിന്നെ ഓരോ ഇലക്ഷനകത്ത് ലിസ്റ്റ് വരണം, റേഷൻ കാർഡ് ഉണ്ടാക്കണം, അങ്ങോട്ടൊന്നുണ്ടാക്കി, ഇങ്ങനെയൊന്നും അല്ല ഇത്. അതൊന്നും പോരാ. ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് കിടക്കും. ഇത് ചുമ്മാതെ കിടന്നുകൊണ്ട് ഒട്ടും ബോധമില്ലാത്ത മനുഷ്യരാണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്തിനാണ് ഞാൻ പറയുന്നത്, ഈ ഇലക്ഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ടൊന്നും കിട്ടി, ആപ്ലിക്കേഷൻ ഫോം. ആ ഫോം ഞാൻ കാണിച്ചു തരാം, അതിനകത്ത് എന്തെല്ലാം കുഴപ്പമുണ്ട്. അതിന് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പരിപാടി നടത്തുന്നതിനകത്തും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊന്നും അങ്ങനെ വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ തൽക്കാലം. അത് കറക്റ്റ് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, അതിനകത്ത് പ്രശ്നമുണ്ട്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ അതേ ഫോമിൻ്റെ അതേ ഫോമാറ്റ് വേറെ ചില സ്ഥലത്ത് ഫോം കറക്റ്റുമാണ്. അത് മനസ്സിലായില്ല എങ്ങനെയാണ്. ചിലടത്ത് തെറ്റിയ ഫോമുണ്ട്, ചിലടത്ത് കറക്റ്റ് ഫോമുണ്ട്, ചില ഫോമാറ്റ് വ്യത്യാസമുണ്ട്. ഓൺലൈനിൽ കിടക്കുന്ന ഫോമാറ്റിലല്ല ഇവിടെ പുറത്ത് കിട്ടിയത്. ഇതൊക്കെ പോരെ അളയാ, എന്തെല്ലാം ഉണ്ട് പറയാനാണെങ്കിൽ. പിന്നെ സിസ്റ്റം പൊതുവെ വീക്കാണ്, മനസ്സിലായോ? അതിൻ്റെ ഒരു വിജിലൻസ് ഒക്കെ ഭയങ്കര വീക്കാണ്, മനസ്സിലായില്ലേ? ഒട്ടും വിജിലൻ്റ് അല്ല, അല്ലെങ്കിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത തരം
പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഗവൺമെൻറ് ഓഫീസസ് എല്ലാം പോലീസ് സ്റ്റേഷനടക്കം എടുത്ത് നോക്കുക, എത്ര എന്താ പറയണ്ടേ അലങ്കോലപ്പെട്ട് അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയില്ലാതെ ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് ഒരു പിന്നെ പോരാത്തതിന് മേശയും കസേര ഒട്ടും ഓഫീസ് എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ഒരു ബോധമില്ലാത്ത എല്ലാവരുടെ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. ഒന്നെങ്കിൽ ടെന്നീസ് എൽബോ അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ നടുവിൻ്റെ കണ്ണി ബൾജിങ്, L1 L2 എന്നൊക്കെ ആയിട്ട് പറയുന്ന സാധനമില്ലേ, അത് ബൾജ് ചെയ്യും. പിന്നെ മുട്ടിന് പ്രശ്നം ഉണ്ടാവും, ഈ ജോയിൻസ് പെയിനും അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഞരമ്പിനും പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. പിന്നെ കണ്ണിന് കാഴ്ച, ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് ആ ഓഫീസ് സിസ്റ്റം. അവിടെ നല്ല മേശയും ചെയറും ആദ്യം വരണമെന്ന്, എല്ലാം AC ആയിരിക്കണം. ആരും പുറത്തുനിന്ന് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഏരിയകളിൽ ഒന്നും തന്നെ അങ്ങനത്തെ ഒരു ആൾ കയറി വരാൻ പോലും പാടില്ല ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ. അതിനെ ഞാൻ പറഞ്ഞ ഒരേ ഒരു കണക്ഷൻ പോയിൻ്റ് പബ്ലിക് ഇൻട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അവിടെ നിന്നായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞാൽ MLA ഓഫീസിലോട്ട് തന്നെ വരണം എല്ലാവരും. ആ MLAയുടെ സെക്രട്ടറിയോ അവരുടെ സ്റ്റാഫോ ഒക്കെ ആയിരിക്കണം എല്ലാ പരാതി എല്ലാ റിക്വസ്റ്റും എടുക്കുന്നത്. അവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് തുടങ്ങണം അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്. അത് MLAയുടെ പണിയായിരിക്കണം. അല്ലെ MP വേണ്ട, മുഖ്യമന്ത്രിയുടെ പണി ആയിക്കോട്ടെ. എല്ലാവരും കൊണ്ടൊന്ന് അവിടെ കൊടുത്ത് എങ്ങനെ ഇരിക്കും? മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്താൽ എല്ലാവരും പണി ചെയ്യത്തില്ലേ? അല്ല MLA ഫോർവേഡ് ചെയ്ത അവിടെ നിന്ന് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോഗിൻ കിട്ടുക, ടോക്കൺ എടുത്തു, ഇതെന്തെങ്കിലും ടോക്കൺ എടുത്തു, നിങ്ങളുടെ ആവശ്യം ഇതാണ്. ആ ടോക്കണിൽ നിങ്ങൾക്ക് ആ നമ്പർ അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ട്രാക്കിംഗ് ആ ആപ്പിനകത്ത് കാണാൻ പറ്റും. അതെനിക്കും കാണാൻ പറ്റും, നിങ്ങൾക്കും കാണാൻ പറ്റും. ഈ കൺസേൺ ഡിവിഷൻസ് എവിടെ കൂടെയൊക്കെയാണ് ഈ ഫയൽ മൂവ് ചെയ്യുന്നത് അതെല്ലാം കാണാൻ പറ്റും. ഇവിടെ എന്ത് പ്രൊജക്റ്റ് കാണുന്നാലും അതിൻ്റെ കൊട്ടേഷൻ തൊട്ട് കൺസ്ട്രക്ഷനും അതിൻ്റെ എല്ലാ പരിപാടികളും മനസ്സിലായോ, പ്ലാനിങ് അടക്കമുള്ള എല്ലാം വിസിബിൾ ആയാൽ പബ്ലിക് ഓഡിറ്റ് ചെയ്യുമ്പോൾ തട്ടിപ്പ് നടക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് അധികം മനസ്സിലാക്കാനും ഇല്ല, ചിന്തിച്ച് നോക്കിയാൽ മതി. ആ ഇക്വാളിറ്റി എന്ന് പറയുന്നതും ഈക്വൽ പാർട്ടിസിപ്പേഷനാണ് അതിനകത്ത്, മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ചിലവാക്കിയ പൈസയായി കാണുന്നത്. എന്നിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ബസ്സിൻ്റെ എണ്ണം അറിയത്തില്ല, സ്റ്റാൻഡിൻ്റെ എണ്ണം അറിയത്തില്ല, നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്നു. എത്ര മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല, ഇത് ആര് കാരണമാണ് നഷ്ടം ഉണ്ടായെന്ന് അറിയത്തില്ല. ഇവരുടെ സിസ്റ്റമാറ്റിക് എന്തെങ്കിലും പ്രശ്നമാണോ, അതോ ഇവർ ആരെങ്കിലും ഇറസ്പോൺസിബിൾ ആണോ, അതോ ഇവർ കറപ്റ്റഡ് ആണോ, ഒന്നും അറിയത്തില്ല. ഞാൻ പറയുന്ന സിസ്റ്റത്തിനകത്ത് എവിടെ പ്രശ്നം ഉണ്ടായാലും പിടിക്കും. എല്ലാം ആലോചിക്കുക, ചുമ്മാ ഒന്ന് ആലോചിക്കുക. എന്തിനാ ഈ വെറുതെ സമയം കളയുന്നത്? ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യും, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആലോചിക്കാൻ പറയുന്നു. ആലോചിക്കും, അടുത്ത പ്രാവശ്യമെങ്കിലും നടക്കും.